ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വസുധ എന്ന് പറയുന്ന ചിഹ്നത്തെ പറ്റിയിട്ടാണ്. ധനസംബന്ധമായ തടസ്സങ്ങൾ നീക്കാനും പുതിയ അവസരങ്ങൾ ആകർഷിക്കാനുമാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. അതായത് ബിസിനസ് ആരംഭിക്കാനിരിക്കുന്നവർക്കോ, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു നടക്കുന്നവർക്കോ, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കോ ഒക്കെ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതിയ ഒരു പേപ്പറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. അതിന് മുകളിലായി ഈ വസുധാ ചിഹ്നം വരയ്ക്കുക. ഈ വസുധാ ചിഹ്നം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഈ ഇമേജിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ വസുധാ ചിഹ്നം വരയ്ക്കണം. ആ വരച്ചതിന് ശേഷം എൻ്റെ ആഗ്രഹം ഭൂമിയുടെ അനുഗ്രഹത്താൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് ഉറക്കെ പറയുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ചിന്തിക്കുക, നന്ദി പറയുക.